റീച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് നോക്കിയാലോ. എന്താണല്ലേ? ക്യാമറ, റെൻഡറിംഗ്, പെർസ്പെക്റ്റീവ്, ലൈറ്റിംഗ്. ഈ ലൈറ്റ് അല്ല കേട്ടോ, നമ്മളിന്ന് ചെയ്യുന്നത് എക്സ്റ്റീരിയർ സൺലൈറ്റ് എങ്ങനെ എത്ര ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് എടുക്കാന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മളിപ്പോ റിവിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഫയലാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പെർസ്പെക്റ്റീവിലേക്ക് മാറ്റുന്നതെന്ന് നോക്കി നോക്കാം. ഓൾറെഡി നമ്മൾ വർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വ്യൂ ക്യൂബ് കാണിക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ ഓരോ വ്യൂകളും സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ പെർസ്പെക്റ്റീവിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ വ്യൂ ക്യൂബിന്റെ തൊട്ട് താഴെ ഒരു ഏറോ മാർക്ക് കാണിക്കും. അതിൽ നമുക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പെർസ്പെക്റ്റീവ് വ്യൂവിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത സെക്ഷൻ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ വിസിബിലിറ്റി, ഗ്രാഫിക്സ്, അതുകൂടാതെ തന്നെ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഓപ്ഷൻ, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ സെക്കൻഡ് വൺ ആണ് സെലക്ട് ചെയ്യുന്നത്, ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഓപ്ഷൻസ്. അതിൽ എഡിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഗ്രാഫിക് ഡിസ്പ്ലേ ഓപ്ഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് റിയലിസ്റ്റിക് മോഡ് തന്നെയാണ്. അതിൽ നമുക്കിപ്പോ ഷാഡോസിന് ഓപ്പൺ ചെയ്യാം. അതിൽ കാസ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ റിയലിസ്റ്റിക് ഒരു മോഡില് നമുക്ക് എങ്ങനെയാണ് അതിൽ വന്നിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ എടുക്കുന്നുണ്ടല്ലോ. വയർ ഫ്രെയിം, ഹിഡൻ ലൈൻ, ഷെയ്ഡർ, കൺസിസ്റ്റന്റ് കളേഴ്സ് ഒക്കെ ഓരോ ഓപ്ഷനുകളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഷെയ്ഡറിലാണ് ഇടുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്കെച്ച് ലൈൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്കൊന്ന് എനാബിൾ ആക്കി നോക്കാം. എനാബിൾ ആക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. കണ്ടോ, ചെറിയൊരു വ്യത്യാസം ആ ഒരു ഔട്ട്പുട്ടിൽ ആ പെർസ്പെക്റ്റീവിൽ കാണിക്കുന്ന വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ ഹിഡൻ ലൈൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് സ്കെച്ച് ലൈൻസിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇതിനനുസരിച്ച് നമുക്ക് ഇവിടെ വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനെയും അതിന് ഓരോന്നും നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ പെർസ്പെക്റ്റീവിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിന്റെ റിയലിസ്റ്റിക് മോഡ്, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് പെർസ്പെക്റ്റീവിൽ വരുന്ന ഓരോ ടെക്സ്റ്റേഴ്സും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ചേഞ്ചസ് എന്നും ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മള് പെർസ്പെക്റ്റീവിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. ഇനി എന്താണ് 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, 2 പോയിന്റ് ആൻഡ് 3 പോയിന്റ്, ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ചെയ്യുന്നത് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ്. 1 പോയിന്റ് പെർസ്പെക്റ്റീവിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട് ഇന്റീരിയർ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മള് ടോപ്പ് വ്യൂലോട്ട് ചെയ്യുന്ന സമയത്ത് 3D വ്യൂവിന്റെ ക്യാമറ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഡ്രാഗ് ചെയ്യാനായിട്ട്. ജസ്റ്റ് പിക്ക് ചെയ്യാം. അതെപ്പോഴും വോളിനെ പാരലൽ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മളുടെ ക്യാമറ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം കിട്ടാനായിട്ട്. നോക്കുക, ഇതാണ് നമ്മളുടെ വ്യൂ വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കുക, ക്രോപ്പ് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 3D വ്യൂ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യൂകളായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് റൈറ്റ് ബട്ടൺ കൊടുത്ത് റീനെയിം ചെയ്ത് കൊടുക്കാം. 1 പോയിന്റ് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഇനി നമുക്ക് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഇതുപോലെ തന്നെയാണ് 3D വ്യൂവിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഈ കോർണറിൽ നിന്ന് ഒരു ആംഗിൾ ബേസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കോമ്പൗണ്ട് വോളും അതുപോലെ തന്നെ എല്ലാം സൈഡ് വോളുകളെയും കട്ട് ചെയ്തിട്ടുള്ള മോഡാണ് നമുക്ക് മെയിൻ ആയിട്ട് 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരാം. ഇതാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവിന്റെ ഔട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 3D വ്യൂവിൽ റീനെയിം ചെയ്ത് വെക്കാം 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അടുത്തത് നമുക്ക് 3 പോയിന്റ് പെർസ്പെക്റ്റീവ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 3 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ക്യാമറ എടുക്കുന്നു, ആംഗിൾ സെറ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ 3D വ്യൂവിലെ ക്യാമറ, ദെൻ ആംഗിൾ സെറ്റ് ചെയ്ത് വരയ്ക്കാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൻഡോയിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഐ എലിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ ഐ എലിവേഷൻ നോക്കി പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഐ എലിവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇതിൽ നമുക്ക് കാണണമെന്ന് കാണിക്കാനാണ്. ഞാനിപ്പോ 50 നോക്കി നോക്കുക. ഓരോ വാല്യൂ അനുസരിച്ച് നമ്മളിവിടെ ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ വർക്ക് ഫയലില് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. ഇവിടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈസ് ക്രോപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന്റെ വിഡ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് ഒരു 150യും ഹൈറ്റ് ഞാനൊരു 180യും കൊടുക്കുന്നുണ്ട്. അപ്ലൈ. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വ്യൂവിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും.
ഇനി നമുക്ക് ഇത്രയും വ്യൂകൾ നമ്മൾ ചെയ്തല്ലോ. ഇതില് ഒരു 2 പോയിന്റ് പെർസ്പെക്റ്റീവ് വ്യൂവിനെ നമുക്ക് എങ്ങനെ റെൻഡർ ചെയ്യാമെന്ന് നോക്കിയാലോ. സാധാരണ പോലെ തന്നെ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് വ്യൂവിനെ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെൻഡറിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വ്യൂ കൺട്രോൾ ബാറിൽ നമുക്ക് ഇവിടെ സൺപാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സൺപാത്തിനെ നമ്മൾ ഓൺ ആക്കി കൊടുക്കാം. ദെൻ കണ്ടിന്യൂ വിത്ത് കറന്റ് സെറ്റിംഗ്സ് ആണ് കൊടുക്കുന്നത്. സൺപാത്തിനെ ഓൺ ആക്കിയതിനു ശേഷം നമുക്കിവിടെ ഈ വിൻഡോയിൽ തന്നെ സൺ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കിടക്കുന്നുണ്ടായിരിക്കും. ഈ സൺ സെറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ വരുന്ന വിൻഡോയില് റിലേറ്റീവ് ടു വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് അസ്യൂമഡ് വാല്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. അസ്യൂമഡ് വാല്യൂ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കൊടുക്കുക, ഒരു 180 ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ആൾട്ടിറ്റ്യൂഡ് വാല്യൂ എന്നുള്ളത് നമുക്കൊരു 25ലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്ലൈ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെറ്റിംഗ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ RR കൊടുക്കുക. ഇതാണ് നമ്മളുടെ റെൻഡറിംഗിന്റെ വിൻഡോ വരുന്നത്. ഈ വിൻഡോയില് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കിടക്കുന്നുണ്ട്. ഡ്രാഫ്റ്റ്, മീഡിയം, ഹൈ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മീഡിയം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിനുശേഷം റെസൊല്യൂഷൻ എന്നുള്ളത്, അതായത് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പ്രിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. അത് 150 dpi ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി സ്കീം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൺ സെറ്റിംഗ് ആണ്, എങ്ങനെ ലൈറ്റ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിനി സൺ സെറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ സൺ ഓൺലി. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്, നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഫ്യൂ ക്ലൗഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സ്കൈ ഫ്യൂ ക്ലൗഡ്സ് ആണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇനി ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ തൊട്ട് താഴെ അഡ്ജസ്റ്റ് എക്സ്പ്ലോഷർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോഷർ വാല്യൂ നോക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, ബ്രൈറ്റ്നസ്, ഡാർക്ക്നെസ് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഹൈലൈറ്റിംഗ്, ഷാഡോസ്, ഇതൊക്കെ നമുക്ക് നമ്മളുടെ നീഡ് അനുസരിച്ചിട്ട് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് സേവ് ടു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്ത് അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം കമന്റ് ചെയ്തോളൂ. പിന്നീട് നമുക്ക് ഇനിയുള്ള ഡീറ്റെയിലിംഗ്, ഇനിയും നമുക്ക് ഒരുപാട് റെൻഡറിംഗ് പ്ലഗിൻസ് വരുന്നുണ്ട്, എൻസ്കേപ്പ്, അങ്ങനെ ഓരോ റെൻഡറിംഗുകൾ വരുന്നുണ്ട്. അടുത്ത സെക്ഷൻ നമുക്ക് ആ വീഡിയോയിലേക്ക് മൂവ് ആക്കാം.